പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് 5ാം ദിനവും അയവില്ല. ഇറാൻ പ്രസിഡന്റിന്റെ ഓഫീസ് ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇടക്കാല നേതൃയോഗം ചേർന്ന കെട്ടിടമാണ് ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിനിധികൾ സുരക്ഷിതരെന്ന് ഇറാൻ അറിയിക്കുന്നു. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ US കോൺസുലേറ്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ദുബായിലെയും UAEയിലെയും കോൺസുലേറ്റുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്ക് US നേവിയെ വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്ന സാഹചര്യം. അപ്പോഴും അവിടം കേന്ദ്രീകരിച്ച് ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നു, നടപടികൾ കടുപ്പിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ഇറാൻ ആദ്യം ആക്രമിക്കാൻ പദ്ധതിയിട്ടത് കാരണമാണ് US ആക്രമണം നടത്തിയത് എന്നതാണ് ട്രംപ് ഒരു ന്യായീകരണമായി ഈ യുദ്ധത്തിനെ ന്യായീകരിച്ചുകൊണ്ട് വിശദമാക്കിയ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് 5ാം ദിനം എന്തൊക്കെ സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ ഇനി വിശദമായി നോക്കാൻ പോകുന്നത്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടരുകയാണ്. സംഘർഷം ലബനനിലേക്കും വ്യാപിച്ചതോടെ സർക്കാർ സൈനിക കേന്ദ്രങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ബോംബാക്രമണം നടന്നു. ലബനനിൽ ഇസ്രായേൽ അതിശക്തമായ ബോംബാക്രമണമാണ് നടത്തുന്നത്. ഗൾഫ് മേഖലയിൽ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. നമുക്ക് വിശദമായി തന്നെ ആ കാര്യങ്ങൾ നോക്കാം. ഇറാനിൽ വിമാനവാഹിനി അടക്കം ഇറാന്റെ 17 കപ്പലുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ടിരിക്കുന്ന അമേരിക്കയുടെ സൈനിക നടപടി കൂടുതൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകും എന്നതാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. 50,000-ഓളം സൈനികരെയും 200 യുദ്ധ വിമാനങ്ങളുമാണ് സൈനിക നടപടിക്കായി അമേരിക്ക വിന്യസിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഇടപെടൽ ഇല്ലാതാക്കാൻ അമേരിക്ക മേഖലയിൽ നേവിയെ കൂടുതലായി സജ്ജമാക്കുന്നു എന്നതാണ് വരുന്ന വിവരം. ഇറാനിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇസ്രയേൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ടെഹ്റാന് പുറമെ ക്വാമയിലും വൻ നാശനഷ്ടമുണ്ടായി എന്ന വിവരങ്ങളാണ് വരുന്നത്. ഒഴിഞ്ഞുപോകാനുള്ള നിർദ്ദേശത്തിന് പിന്നാലെ ലബനനിലും ഇസ്രയേൽ കടുത്ത ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാനിൽ ഇതുവരെ 1000-ലേറെ പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി പടിഞ്ഞാറൻ ടെഹ്റാൻ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങളിൽ നഗരത്തിന് മുകളിൽ പുകപടലങ്ങൾ ഉയർന്നതായി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സൈനിക നീക്കത്തിനിടെ നദാൻസ് ആണവ നിലയത്തിന് നേരെയും ആക്രമണമുണ്ടായി. എന്നാൽ റേഡിയോ ആക്റ്റീവ് ചോർച്ചയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിക്കുന്നത്. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഇറാൻ നേതാക്കൾ യോഗം ചേർന്ന ക്വാമിലെ കെട്ടിടം തകർത്തെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. കെട്ടിടത്തിൽ ആളില്ലായിരുന്നു എന്നതാണ് ഇറാന്റെ ഇതിനോടുള്ള പ്രതികരണമായി പുറത്തുവന്നത്. തന്ത്രപ്രധാന ഓഫീസുകളും സൈനിക പരിശീലന കേന്ദ്രവും ഉൾപ്പെടുന്ന പ്രസിഡൻഷ്യൽ കെട്ടിടം ഇസ്രയേൽ നിലം പരിശാക്കി എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. ഭക്ഷ്യക്ഷാമം മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി നിർത്തിവെച്ചു എന്ന വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തുവന്നു. ഇസ്രയേൽ പൈലറ്റുകൾ ഇറാനും ടെഹ്റാനും മുകളിലൂടെ പറക്കുന്നുണ്ട് എന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇറാനിലും ലബനനിലും ഇസ്രയേൽ ഒരേ സമയം ശക്തമായ ബോംബാക്രമണം നടത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇതുവരെ 50 പേർ കൊല്ലപ്പെടുകയും 335 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ ലബനനിലെ ഏകദേശം 60 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തു എന്നതിന്റെ വാർത്തകളാണ് വരുന്നത്. 4 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം ഇറാനിൽ ഏകദേശം 800 പേരും ലബനനിൽ 50 പേരും കൊല്ലപ്പെട്ടതായി ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്ര മാറ്റിവെച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. വലിയ സുരക്ഷാ പ്രശ്നങ്ങളും ഭീതിയുമൊക്കെ ഉണ്ട്. ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവുമൊക്കെ ഉണ്ടാകാം. എന്താണ് കാരണങ്ങളെന്ന വിവരം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. ഏതായാലും വിലാപയാത്ര മാറ്റിവെച്ചിരിക്കുകയാണ്. പുതിയ നേതാവിനെ തെരഞ്ഞെടുത്താൽ അവരെയും ലക്ഷ്യം വെക്കുമെന്ന ഭീഷണി മുന്നറിയിപ്പ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാനും തിരിച്ചടി തുടരുകയാണ്. 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000 ഡ്രോണുകളും ഈ തിരിച്ചടിക്ക് വേണ്ടി വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ റമത് ഗനിൽ നാശനഷ്ടമുണ്ടായി എന്ന വിവരങ്ങളുണ്ട്. സൗദി അറേബ്യയിലെ US എംബസിയിലും ദുബായിലെ US കോൺസുലേറ്റിന് സമീപവും ഈ ആക്രമണങ്ങൾ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. വടക്കൻ നഗരമായ മെദുലയിലെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള അവകാശപ്പെട്ടു. കൂടാതെ ഹൈഫയിലെ നാവിക താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തതായി ഇറാനിലെ റവല്യൂഷണറി ഗാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ സൈനിക നടപടിക്ക് സജ്ജമാണ് എന്ന ട്രംപിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അവിടെ അത്
ഒരു വിലപേശൽ തന്ത്രമാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നൊരു സന്ദേശമാണ് ട്രംപ് നൽകിയത്. അവിടെയാണ് ഇപ്പോൾ IRGC കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നത്. അതിന്റെ പൂർണ്ണ നിയന്ത്രണം IRGC ഏറ്റെടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിന് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ തീരത്ത് നിന്ന് 650 കിലോമീറ്റർ അകലെ വെച്ചാണ് US കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. നോക്കൂ, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ടുകൾ നൽകുന്ന ഏറ്റവും ഭീതിതമായിട്ടുള്ള സാഹചര്യം. അതായത് ഈ യുദ്ധം ഓരോ ദിവസം കഴിയുന്തോറും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി അത്തരം തിരിച്ചടികളും നടപടികളും ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. എന്നാൽ അമേരിക്കൻ നാവികസേന ഈ ആക്രമണം നടന്നു എന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ഇനി ഏറ്റവും പ്രധാനം ഇതുമായി ബന്ധപ്പെട്ട് ഗൾഫ് മേഖലയിലെ സാഹചര്യങ്ങൾ എന്ത് എന്നതാണ്. ഗൾഫിലുടനീളമുള്ള ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇന്നും ഇറാൻ ലക്ഷ്യമിടുന്നത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അമേരിക്കയുടേതായിട്ടുള്ള ബേസുകളും ഇടങ്ങളുമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ മേഖലയിലെ എല്ലാ സാമ്പത്തിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമെക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഖത്തറിൽ ദോഹയ്ക്ക് മുകളിൽ ഖത്തർ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകൾ തകർത്തു. ഇതിനെ തുടർന്ന് നഗരത്തിൽ വലിയ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. കൂടാതെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് സംശയിക്കുന്ന 10 ചാരന്മാരുടെ അറസ്റ്റും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ റിയാദിലെ US എംബസിയിൽ 2 ഡ്രോണുകൾ പതിച്ചതായും ചെറിയ തോതിൽ തീപിടുത്തവും നാശനഷ്ടങ്ങളും ഉണ്ടായതായും സൗദി അധികൃതർ സ്ഥിരീകരിച്ചു. ഒമാനിൽ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മസ്കറ്റിലെ US എംബസി ജീവനക്കാരോടും ഒമാനിലെ എല്ലാ അമേരിക്കൻ പൗരന്മാരോടും സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിക്കാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. UAE തീരത്ത് കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. UAEയിലെ ഫുജൈറയിൽ നിന്ന് 7 നോട്ടിക്കൽ മൈൽ കിഴക്ക് ഒരു കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായതായി UK മാരിടൈം സെക്യൂരിറ്റി ട്രാക്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ദുബായിലെ US കോൺസുലേറ്റിന് സമീപം ഡ്രോൺ പതിക്കുകയും ചെയ്തു. അങ്ങനെ ഇറാന്റെ ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള തിരിച്ചടി തുടരുന്ന സാഹചര്യം കൂടിയാണ്. 5ാം ദിവസവും ഇതിനൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഇടങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്ന സാഹചര്യം കൂടിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഉടലെടുക്കുകയാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. ഇറാൻ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭീഷണി പ്രസ്താവന. ഇറാനിലെ ഭരണമാറ്റമല്ല ലക്ഷ്യമെന്നും നിലവിലെ ഗവൺമെന്റിനുള്ളിൽ നിന്നുള്ള ആരെങ്കിലും അധികാരം ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് ട്രംപ് സൂചിപ്പിച്ചിരുന്നത്. അതേസമയം തന്നെ ഇസ്രായേൽ US സംയുക്ത ആക്രമണം യാതൊരു പ്രകോപനവും കൂടാതെ എന്നുള്ള ഇറാന്റെ വാദം ശരിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടാകുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. ഇസ്രായേലിനൊപ്പം യുദ്ധത്തിൽ അണിചേർന്നത് ഇറാൻ ആദ്യം ആക്രമിക്കുമെന്ന് കരുതിയതുകൊണ്ടാണ് എന്നതാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. തനിക്ക് അങ്ങനെ തോന്നുകയായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് പറയുന്നത്, ആ ഭ്രാന്തന്മാരുമായുള്ള ചർച്ച ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇതിനിടെ അവർ ആക്രമിക്കുമെന്ന് തന്നെയാണ് താൻ കരുതിയത്. തങ്ങൾ ഒന്നും ചെയ്യാത്ത പക്ഷം അവർ ആക്രമിക്കും എന്ന് തനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഈ ഒരു യുദ്ധം ലോകത്തെ ആകെ പിടിച്ചു കുലുക്കുന്ന തരത്തിലേക്ക് ഒരു യുദ്ധം പോയപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ട്രംപിനെയാണ് കണ്ടത്. ആക്രമണത്തിന് ഉത്തരവാദി US അല്ല എന്നും ഇസ്രായേൽ ആണെന്നുമായിരുന്നു US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. മാർക്കോ റൂബിയോയുടെ കഴിഞ്ഞ ദിവസത്തെ വിശദീകരണവും ഇതുപോലെ തന്നെ വലിയ ചർച്ചയായതാണ്. അതായത് ഇസ്രായേൽ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ അമേരിക്ക അതിനൊപ്പം നിൽക്കുകയായിരുന്നു എന്ന തരത്തിലാണ് മാർക്കോ റൂബിയോ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിന് പിന്നാലെയാണ് ട്രംപും വളരെ നിസാരവൽക്കരിച്ച് എങ്ങനെയാണ് ഈ യുദ്ധം തുടങ്ങിയതെന്നുള്ള കാരണത്തിലേക്ക് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നൽകിയത്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. അതുപോലെ അങ്ങനെ ഒരു തോന്നൽ തനിക്കുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ട്രംപും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഭയന്നു. ആദ്യം അവർ തങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഭയന്നാണ് ഈ ആക്രമണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്നതാണ് ട്രംപ് ഉൾപ്പെടെ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ആ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങൾ പ്രതികരിക്കുകയായിരുന്നു എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ട്രംപിന് ഈ സൈനിക നടപടിക്ക് അധികാരം ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വലിയ തർക്കം ആഭ്യന്തരമായി ഉണ്ടാവുകയാണ്. അത് പരിശോധിക്കാൻ US സെനറ്റ്
വാർ പവേഴ്സ് ആക്ട് വോട്ടെടുപ്പിന് ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. നമുക്കറിയാം, താരിഫ് യുദ്ധം, ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധത്തിൽ പരമോന്നത കോടതിയിൽ നിന്ന് ട്രംപിന് തിരിച്ചടിയേൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെയും ട്രംപിന്റെ ഏകപക്ഷീയമായ നിലപാടുകളാണ്. ട്രംപിന് ഈ രീതിയിലുള്ള യുദ്ധങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുവാനുള്ള അധികാരമുണ്ടോ എന്ന പരിശോധന ഉൾപ്പെടെ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്കയിൽ ആഭ്യന്തരമായ വിമർശനം ശക്തമാകുമ്പോൾ അതിൽ ഒരു ഭാഗത്ത് മംദാനിയെ നമുക്ക് കാണാം. അമേരിക്കയുടെ സൈനിക നടപടിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി രംഗത്തെത്തിയത്. ഇറാനിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതായിരുന്നു മംദാനിയുടെ വിമർശനം. ഇറാൻ ഭരണകൂടത്തിനെതിരെ മംദാനി സംസാരിച്ചു. വിയോജിപ്പ് പ്രകടിപ്പിച്ച ആയിരക്കണക്കിന് പേരെ ഇറാൻ ഭരണകൂടം കൊന്നൊടുക്കി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. I've said before that the Iranian government has engaged in systematic repression of its own people, even killing thousands of Iranians who were seeking to express the most basic forms of dissent earlier this year. It is a brutal government. And I've also said that while I may be a young mayor, I am old enough to remember the devastating consequences of our country pursuing a war with the intent of regime change in that very same region not that many years ago. അപ്പോൾ അമേരിക്കയുടെ നടപടിയെ വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ ചെയ്തികളെയും വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനമാണ് ന്യൂയോർക്ക് മേയറായ മംദാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ആഭ്യന്തരമായി അമേരിക്കയിൽ ഈ തരത്തിലുള്ള വിയോജിപ്പുകളും വലിയ ചർച്ചകളും നടക്കുകയാണ്. അത് സെനറ്റിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നു. അതിന്റെ നിയമസാധുത ഉൾപ്പെടെ പരിശോധിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അപ്പോഴും ഒരു ഭാഗത്ത് ട്രംപ് അതിനെ നിസാരവൽക്കരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു എന്നതുകൂടി നമ്മൾ കാണുകയാണ്. മറ്റൊരു വിഷയം US-UK നയതന്ത്ര തലത്തിലുള്ളൊരു ഭിന്നത ഉടലെടുക്കുന്നു എന്നതുകൂടിയാണ്. US ആക്രമണത്തെ പിന്തുണയ്ക്കാത്തതിനും ഡിഗോ ഗാർസിയയിലെ സംയുക്ത സൈനിക താവളം ഉപയോഗിക്കാൻ അനുവാദം നൽകാത്തതിനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറെ ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. അമേരിക്ക ഒരു നീണ്ട യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്ന് ഡെമോക്രാറ്റ് നിയമനിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യമുണ്ട്. ആ തരത്തിൽ നയതന്ത്ര തലത്തിൽ ഇഷ്യൂസ് ഉണ്ട്, ആഭ്യന്തരമായ ഇഷ്യൂസ് ഉണ്ട്. കുവൈറ്റിലെ സൈനിക താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 4 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടു എന്ന വിവരം ലഭിച്ചതോടുകൂടി ആകെ മരിച്ച സൈനികരുടെ എണ്ണം 6 ആയിട്ടുണ്ട്. ബ്രിട്ടനെ പോലെ ഒരു കൂട്ടർ US-നെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുമ്പോൾ റഷ്യയും ചൈനയും ഇറാനൊപ്പം നിൽക്കുന്നു എന്നതുകൂടിയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു നിഷ്പക്ഷ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നതുകൂടി നമ്മൾ കാണുകയാണ്. അപ്പോൾ 5ാം ദിനവും ഏറ്റുമുട്ടൽ അതിശക്തമായി തുടരുന്നു. കൂടുതൽ ഇടത്തേക്ക് യുദ്ധം വ്യാപിക്കുന്നു. ഇറാൻ അസർബൈജാൻ ആക്രമിച്ചു. US-ന്റെ ഭരണമാറ്റ ശ്രമങ്ങൾ ചരിത്രപരമായി പരാജയപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പലയിടങ്ങളിലും ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായാലും മറ്റ് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായാലും ഒക്കെ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ പരാജയപ്പെട്ട ചരിത്രമാണുള്ളത്. ഇറാനിലെ ഇടപെടൽ അമേരിക്കയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ നിയമപരമായിട്ടുള്ള പരിശോധനകൾ കൂടി തുടങ്ങാൻ പോകുന്നു എന്ന വിവരമാണ് വരുന്നത്. ദീർഘകാലം അക്രമം സഹിക്കാനുള്ള ഇറാനിയൻ ശേഷിയെ വില കുറച്ച് കാണരുത് എന്ന മുന്നറിയിപ്പ് പല കോണിൽ നിന്നും ഉയരുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഈ പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. മറുഭാഗത്ത് ഇറാൻ ആയതുകൊണ്ട് തന്നെ ചെറുത്തുനിൽപ്പ് തുടരും. അപ്പോൾ ഇസ്രയേൽ ഇത് അയൽ രാജ്യങ്ങൾ ആഭ്യന്തരമായി തകർന്നു വീഴുകയും ആ മേഖലയിൽ പൂർണ്ണ ശക്തി പ്രാപിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് ഈ മേഖലയിൽ ഏറ്റവും വലിയ ശക്തിയായി തുടരാനുള്ള ഇസ്രയേൽ തന്ത്രത്തിന് അമേരിക്ക വീണുപോയിരിക്കുന്നു എന്നതുകൂടിയാണ് ട്രംപിൻ്റേതുൾപ്പെടെയുള്ള വാക്കുകളിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാകും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.